മുട്ടക്കറി വെക്കുമ്പോൾ മുട്ടയുടെ വെള്ള കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ മഞ്ഞ അധികം പേർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ലല്ലേ കഴിക്കാൻ. ഇതേപോലെ കറി വെക്കുകയാണെങ്കിൽ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒക്കെ എല്ലാവരും കഴിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഒരു പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ഒരു മുളക് മാത്രമേ ഇപ്പോൾ എരിവിന് ചേർത്ത് വെക്കുന്നുള്ളൂ. പിന്നെ ഒരു വലിയ സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തെടുത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച സ്മെല്ലൊന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് ഒരു വലിയ തക്കാളി കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ശേഷം പുഴുങ്ങി വെച്ച മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് കൊടുക്കുക. വെള്ളം പിന്നെ ഏത് രൂപത്തിൽ ചേർത്താലും കഴിക്കാൻ എല്ലാവരും ഉണ്ടാകും. പിന്നെ ഇതിലേക്ക് കറിയിലേക്ക് ആവശ്യത്തിന് വേണ്ട തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിച്ചതും കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ മല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് ചൂടാക്കി എടുത്താൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഇനി മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.